കരൺ ജോഹറാണ് ചോദിച്ചത് വിദ്യാബാലൻ്റെ അടുത്ത് വാട്ട് ഡസ് വുമൺ നീഡ് എന്ന് ചോദിച്ചു. അപ്പോൾ വിദ്യാബാലൻ പറഞ്ഞ ഉത്തരം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ആണുങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തന്നെ സ്ത്രീകൾക്കും വേണമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഈ ഓർഗാസം പോലുള്ളൊരു സംഭവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ഹൗ ടു പ്ലഷർ എ വുമൻ? ഹൗ ടു പ്ലഷർ എ വിമൻ എന്ന് ചോദിക്കുമ്പോൾ ഡിപ്പെൻസ് അപ്പോൺ. സെക്സ് ആണെങ്കിൽ അവർക്ക് പ്ലഷർ എന്ന് പറയുന്നത് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ ആണ്, ഓക്കെ, ഓർഗാസം വരണം. ഇനി അതല്ല, അവർക്ക് ഫിനാൻഷ്യലി ആണെങ്കിൽ ഫിനാൻസ് തന്നെ വേണം, അല്ലേ? അതല്ല, അവർക്കൊരു സമാധാനമാണ് വേണ്ടെങ്കിൽ ആ സമാധാനം കിട്ടുന്നത് വരെ പ്രശ്നമാണ്. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ആണ്. ഇപ്പോൾ ഒരു പക്ഷേ ബേസിക്കലി പ്ലഷർ എന്ന് പറയുമ്പോൾ സെക്സിൽ പ്ലഷർ എന്ന് പറയുമ്പോൾ ഓർഗാസം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അവർക്കത് ഞാൻ പറഞ്ഞില്ലേ, ഓർഗാസം ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് പല ലൈഫിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന മനുഷ്യരെ കാണുമ്പോഴും ഇവർക്ക് പ്രശ്നം വരും. അതില്ല, അത് അവർക്ക് ബേസിക്കായിട്ട് കിട്ടണില്ല, പക്ഷെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള തോട്ടുകൾ കയറി വരും. പിന്നെ അവരുടെ ബോഡി, ഓർഗാസം വന്ന ബോഡി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, സമാധാനം, നല്ല ഉറക്കം, ഇതൊന്നും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ അവരുടെ ഓവർ തിങ്കിങ്, ആങ്സൈറ്റി ഇഷ്യൂസ് വരുന്നതും ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അവർ ഈ വിദ്യാബലൻ പറഞ്ഞ പോലെ പുരുഷൻ എന്താണ് വേണ്ടത് അത് ഒരു സ്ത്രീക്ക് വേണം. ഇത് പറയുന്ന മനുഷ്യരോട്, ആളുകൾക്ക് എന്തിനാണ് ഇതൊക്കെ പറയുന്നത്, വീട്ടിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളല്ലേ, വീട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തിനാണ് ഇതൊക്കെ തുറന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക, എന്തൊക്കെയാണോ ഒരു സ്ത്രീക്ക്, ഇപ്പോൾ ഒരു പുരുഷന് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, ഇഷ്ടങ്ങളുണ്ടോ, താല്പര്യങ്ങളുണ്ടോ, എന്തൊക്കെ വേണോ അതെല്ലാം ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീക്ക് വേണം. ഇന്നത്തെ കാലത്തെ സ്ത്രീ അത് ചോദിച്ച് വാങ്ങുന്നുണ്ട്. അത് തരാത്ത ഒരു പുരുഷനോട് ഒരു സ്ത്രീക്ക് ഇന്നൊരു ഇഷ്ടമില്ല. സ്പേസ് ഇല്ലാത്ത, തരാത്ത, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ, അവളുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്ന ഒരാളെ ഇന്നത്തെ സ്ത്രീക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ടിപ്പിക്കൽ കുലസ്ത്രീയായും പുരുഷന്മാരെയും നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നില്ല. വളരാൻ സഹായിക്കാത്ത ഒരു പുരുഷനെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു കടൽ കാണാൻ കൊണ്ടുപോകുന്ന ഒരാളെ നമുക്ക് പറ്റൂ? ഇല്ല. ഇന്നത്തെ ലോകം വളരെ വലുതാണ്. എല്ലാവരും പിന്നെ റീൽസ് കാണുകയല്ലേ, പല പല രാജ്യങ്ങളിലൊക്കെ പോകുന്നതും പല ഫുഡുകൾ കഴിക്കുന്നതും ഒക്കെ കമ്പാരിസൺ വളരെ കൂടുതലാണ്. അയ്യോ എൻ്റെ ഭർത്താവ് ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കമ്പാരിസൺ. ഇപ്പോൾ സെക്സിൽ തന്നെ കമ്പയർ ചെയ്യുന്നില്ലേ, അവർക്ക് ടൈം കൂടുതൽ, അങ്ങനെ ചെയ്തു, നമുക്കിങ്ങനെയില്ല, നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. കാമുകനിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ കാമുകിയിൽ നിന്നായിരിക്കാം കുറച്ചും കൂടെ എക്സ്പ്ലോഷൻ കൂടുതൽ കിട്ടുന്നത്. അപ്പം എവിടെ നിന്നാണോ കൂടുതൽ കിട്ടുന്നത് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക.